മലബാർ സഫാരിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മലബാർ സഫാരിയുടെ ചരിത്രപ്രസിദ്ധമായ സ്ഥലങ്ങൾ തേടിയുള്ള ഈ യാത്രയിൽ ഇന്ന് മലബാർ സഫാരി എത്തി നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചൊവ്വന്നൂർ എന്ന ഗ്രാമത്തിലാണ്. കുന്നംകുളത്തു നിന്നും പന്നിത്തടം റോഡിലൂടെ ഏകദേശം 1 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ചരിത്രപ്രസിദ്ധമായ ചൊവ്വന്നൂർ കേവ് എന്ന ഈ ചരിത്ര സ്മാരകം കാണാൻ സാധിക്കും. BC 300-നും CE 300-നും ഇടയിലുള്ള കാലഘട്ടത്തിലാണ് ഇത്തരം ഗുഹകൾ നിർമ്മിക്കപ്പെട്ടതെന്ന് കരുതപ്പെടുന്നു. ഹായ് സുഹൃത്തുക്കളെ, മലബാർ സഫാരിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കേരളത്തിലെ പുരാതനമായ സ്ഥലങ്ങളും ചരിത്ര ശേഷിപ്പുകളും തേടിയുള്ള മലബാർ സഫാരിയുടെ ഈ യാത്ര എത്തി നിൽക്കുന്നത് ഇന്ന് കുന്നംകുളത്തെ ചൊവ്വന്നൂർ എന്ന സ്ഥലത്താണ്. ഇവിടെ മഹാശിലായുഗ കാലഘട്ടത്തിലെ പുരാതനമായ ഒരു ചെങ്കൽ ഗുഹ ഉണ്ട്. ഈ ഗുഹയുടെ വിശേഷങ്ങളും കാഴ്ചകളുമാണ് ഇന്ന് മലബാർ സഫാരി നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത്. എൻ്റെ പിറകിൽ കാണുന്ന ഇതാണ് ആ ചെങ്കൽ ഗുഹ. ഈ ഗുഹയുടെ വിശേഷങ്ങൾ ആണ് ഇന്ന് മലബാർ സഫാരിയിലൂടെ നിങ്ങൾക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത്. മലബാർ സഫാരിയുടെ ഈ ഒരു എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. മഹാശിലായുഗ കാലഘട്ടത്തിൽ നിർമ്മിക്കപ്പെട്ടതെന്ന് കരുതപ്പെടുന്ന ഈ ഒരു ഗുഹ സംരക്ഷിത മേഖലയാണ്. ഈ കാണുന്നതാണ് ആ ഗുഹ. ഇതിനു മുമ്പും നമ്മൾ ഇത്തരം ഗുഹകളുടെ വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു ഗുഹ തന്നെയാണ് ഇതും. ഇത് പൂർണ്ണമായും ചെങ്കല്ലിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഇതിലേക്ക് ഇറങ്ങാനായി ആദ്യം ഒരു 3 സ്റ്റെപ്പുകളോ 3-4 സ്റ്റെപ്പുകളോ ഉണ്ടാവും. അത് ഇറങ്ങിച്ചെന്നാൽ അത് ഒരു 45 മുതൽ 50 സെൻറ്റിമീറ്റർ വരെയാണ് ഈ ഒരു കിടങ്ങിൻ്റെ നീളം ഉണ്ടാവുക. അത് കഴിഞ്ഞിട്ട് പിന്നെ ചെറിയൊരു കിളിവാതിൽ ഉണ്ടാവും. ഈ കിളിവാതിൽ കടന്നു വേണം ഇതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ. ചതുരാകൃതിയിലാണ് ഇതിൻ്റെ ഒരു കവാടം നിർമ്മിച്ചിട്ടുണ്ടാവുക. വളരെ ഞെരുങ്ങിയിട്ട് വേണം ഇതിനുള്ളിലേക്ക് പ്രവേശിക്കാൻ. ഏതായാലും നമ്മൾ കടന്നു നോക്കാം. ഇതാണ് അവസ്ഥ. വളരെ വ്യത്യസ്തമാണ് ഇതിൻ്റെ ഉള്ളിൽ കേട്ടോ. നമ്മൾ ഇതുവരെ കണ്ട പോലല്ല ഇതിൻ്റെ ഉള്ളിൽ. ഭയങ്കര ഇട്ടാണ്. ഇതുവരെ കണ്ടതിനൊക്കെ മുകൾ വശത്ത് ഒരു മകുടം രൂപത്തിലുള്ള ഒരവസ്ഥയിൽ കൂടെയാണ് ഇത് ഉണ്ടായിരുന്നത്. ഒരു കുട കമത്തി വെച്ച പോലെ ഉള്ള, കുട നിവർത്തി വെച്ച പോലെയുള്ള ഒരു അവസ്ഥയിൽ കൂടെയാണ് ഉണ്ടായിരുന്നത്. ഇത് അതിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്തമാണ്. എന്ന് പറഞ്ഞാൽ ഒരു മേൽഭാഗം ശരിക്കും ഒരു മകുടം മാതിരിയല്ല. ആക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അത്ര രീതിയിലല്ല. കുറച്ചൊരു പരന്ന പോലെയാണ് ഇതിൻ്റെ. മറ്റേ ഗുഹകൾ നമ്മളിതിന് മുമ്പ് ചെയ്ത ഗുഹകളൊക്കെ മറ്റേ കക്കാട് പറഞ്ഞ സ്ഥലത്ത്, ഇവിടെ തന്നെ തൃശ്ശൂരിൽ ഇതിന് കക്കാട് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ ഇതേമാതിരി വേറൊരു ഗുഹയുണ്ട്. ആ ഗുഹയുടെ മുകൾ വശത്തൊരു ദ്വാരമൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ അത് കാണുന്നില്ല. അതേപോലെ തന്നെ അതിനുള്ളിൽ ഒറ്റ ബെഡാണ് ഉണ്ടായിരുന്നത്. അത് നിലത്തിന് ലേശം ഉയർന്ന സ്ഥിതിയിലാണ് ഉണ്ടായിരുന്നത്. പക്ഷെ ഇത് നിലത്ത് തന്നെയാണ് ഈ ഒരു ബെഡ്. സ്റ്റോൺ ബെഡ് എന്നാണ് ഇതിന് പറയാം. ഇത് മറ്റേ മരിച്ചതിന് ശേഷം മരണാന്തര ക്രിയകൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇത്തരം ഗുഹകൾ പണ്ടുള്ള ആൾക്കാർ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെയാണ് ഇതിൽ മരിച്ചവരുടെ മൃതദേഹ അവശിഷ്ടങ്ങളാണ് ഇതിൽ കൊണ്ടു വെക്കുക. അതുപോലെ തന്നെ മൺപാത്രങ്ങൾ, ആഭരണങ്ങൾ, മറ്റു ആയുധങ്ങൾ എല്ലാം വെച്ചിട്ടാണ് ഇത് മൂടപ്പെടുക. അതായത് മരണശേഷം ഒരു ജീവിതം ഉണ്ടെന്നും ഒക്കെ അന്നത്തെ ആ കാലത്തുള്ള ആൾക്കാർ വരെ വിശ്വസിച്ചു പോകുന്നതിൻ്റെ ഭാഗമായാണ്, ഒരു മതപരമായ ആചാരത്തിൻ്റെ ഭാഗമായാണ് ഇത്തരം ഗുഹകൾ കേരളത്തിന് പുറത്തും ഒക്കെ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. അതിൻ്റെ ഭാഗമാണ് ഇവിടെ തന്നെ ഒരു 3 അടുപ്പ് ഉണ്ട്. ആ അടുപ്പിൻ്റെ ഒരു കല്ലാണ് ഇത്. കുറച്ച് ഭാഗങ്ങൾ പൊട്ടിപ്പോയിട്ടുണ്ട്. ഇതാണ് ആ ഒരു ഇവിടെ ഉണ്ട് തോന്നുന്നുണ്ട്. അതേപോലെ ഒരിത് പാത്രങ്ങൾ, വെള്ളം വെക്കാനുള്ള എന്തൊക്കെയാണിത്. അതേപോലെ തന്നെ
കണ്ടില്ലേ, 2 സംഭവങ്ങളുണ്ട്. അതൊക്കെ അന്നത്തെ കാലത്ത് കൊത്തിണ്ടാക്കിയതാണ്. ഒരു ആധുനിക കാലഘട്ടത്തിൻ്റെ ഒരു മെഷീനറീസോ ഒന്നും തന്നെ ഇല്ലാത്ത ഒരു കാലഘട്ടത്തിൽ ഇത്രയും ഫിനിഷിങ്ങോട് കൂടി ഇത് നിർമ്മിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് മനുഷ്യരുടെ പ്രയത്നത്തിൻ്റെ ഒരു ഫലം തന്നെ ആയിരിക്കും ഇത്തരം ഫിനിഷിങ്ങിൽ ഇത് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടാവുക. അതുപോലെ തന്നെ എന്താ പറയുക, ഒരു 45 മുതൽ 50 സെൻറ്റിമീറ്റർ വരെയാണ് ഈ ഒരു ഇതിൻ്റെ വീതിയും നീളം എന്ന് പറയുന്നത്. ഈ ബെഡ്, സ്റ്റോൺ ബെഡിൻ്റെ ഒരു നീതിയും വീളും എന്ന് പറയുന്നത് നിലത്തുനിന്ന് ഒരു ഏകദേശം ഒരു 5 ഇഞ്ച് മാത്രമാണ്, 5 ഇഞ്ച് 6 ഇഞ്ച് മാത്രമാണ് ഇതിൻ്റെ ഒരു ഹൈറ്റ് എന്ന് പറയുന്നത്. ഇത് മറ്റു ഗുഹകളിൽ നിന്ന്, കേരളത്തിലെ മറ്റു ഗുഹകളിൽ നിന്നും തീർത്തും വ്യത്യസ്തമായ ഒരു ഗുഹ തന്നെ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതിൽ ഭയങ്കര ഇഷ്ടമാണ് സംഭവത്തിനുള്ളിൽ. പുരാതന കാലത്ത് എന്താ പറയുക, മരണശേഷമുള്ള ഒരു മരണാന്തര ഒരു ശേഷക്രിയകൾക്കൊക്കെ വേണ്ടിയാണ് ഇത് കൂടുതലായിട്ട് ഉപയോഗിച്ച് പോകുന്നത്. ഇതിന് മുനിയറ എന്ന് പ്രാദേശികമായ ഒരു പേരുണ്ടെങ്കിലും ഇത് നമ്മളെ മഹാശിലായുഗ കാലഘട്ടത്തിലാണ് ഇത് ഉപയോഗിച്ച് പോന്നിരുന്നത്. അതിന് ശേഷം ഒരു പക്ഷേ ഇതിൻ്റെ പഴമക്കാരൊക്കെ ഇത് വീണ്ടും തുറന്ന് ഉപയോഗിച്ചിട്ടുണ്ടാവാം. പക്ഷേ ചരിത്രകാരന്മാർ പറയുന്നത് ഇതുപോലെ തന്നെ പഴയകാല മരണാന്തര ക്രിയകൾക്കാണ് ഏറ്റവും കൂടുതൽ ഇത് ഉപയോഗിച്ചിട്ടുള്ളത് എന്നാണ് പറയപ്പെടുന്നത്. അതിനായി മരണശേഷം, മരിച്ചതിന് ശേഷം അസ്ഥികൾ മാത്രമായോ അല്ലെങ്കിൽ മൃതദേഹം പൂർണ്ണമായോ ഇതിൽ വെക്കാറുണ്ടെന്ന് പറയപ്പെടുന്നു. ഇതുവരെ ഗവേഷണത്തിലൊക്കെ കണ്ടിട്ടുള്ള രണ്ടും കണ്ടെത്തിയതായി പറയുന്നുണ്ട്. അവശിഷ്ടങ്ങൾ മാത്രം പിന്നീട് പെറുക്കി വെച്ച് ഇതിലേക്ക് മറ്റു പാത്രങ്ങളും ഒക്കെ വെച്ചിട്ട് ഇത് മൂടപ്പെടുന്ന ഒരു രീതിയുണ്ട്. പക്ഷെ അതുപോലെ തന്നെ കേരളത്തിൽ മറ്റൊരു ശവസംസ്കാര രീതിയാണ് അതേപോലെ തന്നെ കുടക്കല്ലുകൾ എന്ന് പറയുന്നത്. ഈ കുടക്കല്ലുകൾ എന്ന് പറഞ്ഞത് ശരിക്കും വലിയ കുഴിയെടുത്ത് അതിൽ നന്നങ്ങാടികൾ വെച്ച്, വലിയ ഒരു മനുഷ്യനെ കൊള്ളാൻ പാകത്തിലുള്ള വലിയ നന്നങ്ങാടികൾ വെച്ച് അതിൽ മൃതദേഹങ്ങൾ വെച്ച് അതിൻ്റെ മേലെ 3 നീളത്തിലുള്ള വലിയ കല്ലുകൾ നാട്ടി അതിൻ്റെ മേലെ കുട രൂപത്തിലുള്ള ഒരു കല്ല് നിർമ്മിച്ചിട്ട് അതിൻ്റെ മേലെ വെക്കും. അതാണ് കുടക്കല്ല് എന്ന് പറയുന്നത്. അത്തരമൊരു ശവസംസ്കാര രീതിയും നമ്മൾ എന്താ പറയുക കേരളത്തിൽ ഉണ്ടായിരുന്നു. അതുപോലെ ഒരു ഭാഗം തന്നെയാണ് ഇതും. അതുപോലെ തന്നെ ഇത്തരം ഒരു രീതി നമ്മൾ ഈജിപ്തിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈജിപ്തിലെ പിരമിഡുകളുടെ ഒരു രീതി തന്നെയാണ് ഇതും നമ്മളെ കേരളത്തിലും ഇത് കാണപ്പെടുന്നത്. കേരളത്തിലെ ഒരുതരം പിരമിഡുകൾ ആണ് ഇതെന്ന് വിശേഷിപ്പിച്ചാലും തെറ്റില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഈജിപ്തിൽ പുരാതനമായ രാജാക്കന്മാരുടെ ശരീരങ്ങളും ശവശരീരങ്ങൾ വെച്ച് ആഭരണങ്ങളും ഒക്കെ വെച്ചിട്ട് മൂടപ്പെട്ടിരുന്ന ഒരു രീതിയാണ് പിരമിഡുകൾക്ക്. അത്തരം ഒരു രീതി തന്നെയാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മഹാശിലായുഗ കാലഘട്ടത്തിൽ നമ്മൾ കേരളത്തിലും നിലനിന്നിരുന്നു എന്നുള്ളതിൻ്റെ ഒരു വ്യക്തമായ ഒരു സൂചനയാണ് ഈ കാണുന്നത്. ഒരു ചരിത്രം, ഒരു മതപരമായ ഒരു ആചാരത്തിൻ്റെ ഒരു നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ശേഷിപ്പാണ് ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത്. ഇതിൽ ഒരു മൃതദേഹം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം അത്ര രീതിക്കാണ് ഇത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു ശവക്കല്ലറക്കുള്ളിലാണ് നമ്മൾ നിൽക്കുന്നത് എന്ന് നമുക്ക് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാം. പിന്നെ ഇത് തപസ്സിരിക്കാനും പണ്ടത്തെ മുനിമാർ തപസ്സിരിക്കാനൊക്കെ ഇത് ഉപയോഗിച്ചിരുന്നു എന്നും പറയപ്പെടുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ പുറത്തേക്കൊന്ന് കടക്കാം. ഇതാണ് കിളിവാതിൽ. ഈ ഇത്ര ചെറിയ കിളിവാതിൽ കടന്നിട്ട് വേണം നമ്മൾ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ. അതുപോലെ തന്നെ വളരെ ബുദ്ധിമുട്ടി വേണം പുറത്തേക്ക് കടക്കാൻ. ഈ കാണുന്നതാണ് ആ ഒരു സ്റ്റെപ്പ്. ഇതാണ് ഇപ്പം നമ്മൾ ആ ഗുഹൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ട് കടന്നു. ഇത് പിൻകാലത്ത് കെട്ടിയതാണെന്ന് തോന്നുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു നിർമ്മാണം. ഈ ഒരു ഗുഹ ഇതിലേക്ക് വെള്ളം വീഴാതിരിക്കാനും മണ്ണ് ഇടിഞ്ഞ് നശിച്ചു പോകാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട് പിൻകാലത്ത് കെട്ടിയതാണെന്ന് കരുതപ്പെടുന്നു. ഇതിൻ്റെ ഒരു നിർമ്മാണ രീതി കണ്ടിട്ട് അങ്ങനെയാണ് നമുക്ക് തോന്നുന്നത്. ഇതിനൊക്കെ ഈ ഒരു കല്ലുകൾക്കൊന്നും അധികം പഴക്കമില്ല എന്ന് തന്നെയാണ്. ഇത് പുരാവസ്തു വകുപ്പ് ഏറ്റെടുത്തതിന് ശേഷം
വളരെ വൃത്തിയിൽ തന്നെ അത് സൂക്ഷിച്ചു പോരുന്നുണ്ട്. ഇപ്പോഴും ഇവിടെ ഇരിക്കാനൊക്കെ ഉള്ള ഒരു ബെഞ്ചോ കാര്യങ്ങളും ഒക്കെ ഉണ്ട്, നമുക്കിവിടെ വരാൻ കാണാം. ഇത് സംരക്ഷിത മേഖല ആയതുകൊണ്ട് തന്നെ ഇവിടെ വന്നുകാണ്ട് ഇത് നശിപ്പിക്കാനോ രൂപമാറ്റം വരുത്താനോ ഒന്നും നമുക്ക് പറ്റില്ല. അത് 1 ലക്ഷം രൂപ വരെ പിഴയും 2 വർഷം വരെ തടവുമൊക്കെ ലഭിക്കുന്ന വലിയ ഒരു കുറ്റമാണ്. ഇവിടെ വരിക, ഇത് കാണുക, ചരിത്രപരമായ കാര്യങ്ങൾ നമ്മൾ പഠിക്കുക, വരും തലമുറയ്ക്ക് അത് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് നമുക്കിതിൽ ചെയ്യാനുള്ളത്. അല്ലാതെ ഇവിടെ വന്നു കണ്ട് അനാവശ്യമായ തോന്നിവാസങ്ങൾ കാരണം വെള്ളമടി, അതുപോലെ തന്നെ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുക, ഇവിടെ വെറുതെ തമ്പടിച്ചാൽ അതൊന്നും ഇവിടെ പറ്റുക, അതൊക്കെ ഇവിടെ നിരോധിതമായ മേഖലയാണ്. നമ്മൾ ചരിത്രം പഠിക്കാനാണെങ്കിൽ ഇവിടെ ചരിത്രപരമായി കാര്യങ്ങൾ നമ്മൾ അന്വേഷിച്ച് വരിക, അതിൻ്റെ ഒരു പുരാതനമായ ശേഷിപ്പുകൾ നമ്മൾ കാണുക എന്നൊക്കെ ചെയ്തിട്ട് നമുക്ക് പോകാമെന്നല്ലാതെ ഇവിടെ നാലമ്പിൽ ഒരിക്കലും നിൽക്കരുത്. പിന്നെ ഇവിടെ ഡസ്റ്റ്ബിനൊക്കെ വെച്ചിട്ടുണ്ട്, വേസ്റ്റുകളൊക്കെ അതിൽ തന്നെ ഇടുക. അതുകൊണ്ട് എപ്പോഴും അടുക്കളയിലും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്, അവിടെ ചൂലും കാര്യങ്ങളൊക്കെ ഉള്ളത് കണ്ടില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ഗുഹയുടെ വിശേഷങ്ങൾ നമുക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ ഇത് തൃശ്ശൂർ ജില്ലയിലെ കുന്നംകുളം ത്തിനടുത്തുള്ള ചൊവ്വന്നൂർ എന്ന സ്ഥലത്താണ് ഇത്. ഈ ഒരു സ്ഥലമാണ്, ഇതാണ് ആ ഒരു റോഡ്. ഇവിടുന്ന് ഇങ്ങനെ പോന്നിട്ട് ഇവിടെ ഒരു പ്രതിമ ഉണ്ട്, ഇതാണ്. ഇവർ പുറത്തുമുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ബോർഡിലൊക്കെ നമ്മൾ ഇതിൻ്റെ ചരിത്രമായ കാര്യങ്ങളൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വായിച്ച് മനസ്സിലാക്കാം. ചൊവ്വന്നൂർ എന്ന ഗ്രാമത്തിലാണിത്. ചികൽ ഗുഹയാണിത്. അത്തരം ഒരു ബേസിക് ആയിട്ടുള്ള എല്ലാ ഇൻഫർമേഷനും ഈ ഒരു ഫലകത്തിൽ കൊടുത്തിട്ടുണ്ട്. 3 ഭാഷകളിലും കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഇത് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ സംരക്ഷിത മേഖലയാണെന്നുള്ള ഒരു മുന്നറിയിപ്പ് ബോർഡും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതും 3 ഭാഷകളിലായിട്ട് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൽ രൂപമാറ്റങ്ങൾ വരുത്താൻ പാടില്ല എന്നുള്ളതിൻ്റെ ഒരു താക്കീത് ബോർഡാണ്. ഇതിൽ ആരെങ്കിലും വ്യത്യസ്തമായി ചെയ്യുകയാണെങ്കിൽ കർശനമായ നിയമ നടപടികൾ ഉണ്ടാകുമെന്നതിൻ്റെ സൂചനയുള്ള ഒരു ബോർഡാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ പരിസരമാണ് ഈ ഒരു കാണുന്നത്, കണ്ടില്ലേ? നല്ല ഭംഗിയുള്ളൊരു സ്ഥലം തന്നെയാണ്. എല്ലാവർക്കും തൃശ്ശൂർ ജില്ലയുടെ തൊട്ടടുത്തുള്ള എല്ലാ ജില്ലക്കാർക്കും വന്ന് കാണാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ്. നമ്മൾ പുരാതനമായ മഹാശാലിക കാലഘട്ടത്തിലെ ചരിത്രങ്ങളൊക്കെ നമ്മൾ വായിച്ച് പഠിച്ചിട്ടുണ്ടാവുള്ളൂ. പക്ഷേ ഇത്തരം ഒരു ഗുഹകൾ ഇവിടെ നമ്മുടെ നാട്ടിലുണ്ടായിട്ട് നമ്മളത് വന്ന് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് നമുക്ക് വലിയ നഷ്ടമാണ്. അതുപോലെ തന്നെ നമുക്ക് അത് കാണൽ വലിയ സംഭവം. നമ്മൾ എത്ര കാലം നമ്മൾ കുട്ടികൾക്ക് ഇത് കാണിച്ചു കൊടുക്കലും ഇത് കൊടുന്ന് കാണിച്ചു കൊടുക്കലൊക്കെ ഒരു നല്ല കാര്യം തന്നെയാണ്. അവൾക്ക് ഈ പഠനപരമായ കാര്യങ്ങൾക്ക് ഇത് വളരെ ഉപകാരപ്പെടും. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇത്തരം സ്ഥലങ്ങളിൽ സന്ദർശിക്കാനും ഒക്കെ ശ്രമിക്കുക. കുട്ടികൾക്ക് ഇതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുക ഒക്കെ ചെയ്യുക. അതേപോലെ തന്നെ വരും തലമുറയ്ക്ക് ഇതൊക്കെ ഒന്ന് പഠന വിധേയമാക്കാനൊക്കെ സഹായിക്കും. പിന്നെ ഇങ്ങോട്ടേക്ക് വരാൻ തന്നെ ഗൂഗിളിൽ മാപ്പിൽ അടിച്ചു കൊടുത്താൽ മതി. തൃശ്ശൂർ ചൊവ്വന്നൂർ അൽഷ്യൻ കേവ് എന്ന് അടിച്ചു കൊടുത്താൽ മതി. അല്ലെങ്കിൽ ചൊവ്വന്നൂർ കേവ് എന്ന് അടിച്ചു കൊടുത്താലും നമ്മൾ ഗൂഗിളിൽ മാപ്പ് കിട്ടും. തൃശ്ശൂർ ജില്ലയിലെ കുന്നംകുളം ചൊവ്വന്നൂർ കേവ് എന്ന് അടിച്ചു കൊടുത്താൽ മതി, എങ്കിൽ തന്നെ നമുക്ക് മാപ്പിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഗുഹയുടെ വിശേഷങ്ങൾ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ ചങ്ങരംകുളത്തെ ഈ ഒരു വെട്ടുകൽ ഗുഹയുടെ വിശേഷങ്ങൾ. പുതിയ വിശേഷങ്ങളും കൗതുകം ഉണർത്തുന്ന കാഴ്ചകളുമായി മലബാർ സഫാരി നിങ്ങളുടെ മുമ്പിലേക്ക് ഒരിക്കൽ കൂടി വീണ്ടും വരുന്നതാണ്. അതുവരെ എല്ലാവർക്കും ബായ് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. You are watching Malabar Safari.